ഗോകർണയിൽ നിന്നും 22 കിലോമീറ്ററാണ് മിർജൻ ഫോർട്ടിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ അന്ന് വിജയനഗര എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന ഗരിസപ്പ എന്ന റീജൻ ഭരിച്ചിരുന്നു. ഒരിക്കലും ഗോകർണ വരികയാണെങ്കിൽ വണ്ടി എടുക്കരുത്. ഇതാണ് അവസ്ഥ. വൃത്തികെട്ട റോഡെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഇവിടുത്തെ അതോറിറ്റീസ് ഒക്കെ ഇവരുടെ എന്താണ് ഇതൊന്നും നോക്കുന്നില്ല എന്നുണ്ടോ. കാരണം ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ബീച്ചിൽ വന്നേക്കാണ്. ഇവിടെ അധികം ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുകളൊക്കെ ബീച്ച് സൈഡിലുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഇല്ല കേട്ടോ, 1-2 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയിട്ട് കരിയപ്പ ബീ കഫേ എന്ന് പറഞ്ഞിട്ട് കഫേ അത് നോക്കിയിട്ട് നമ്മളിവിടെ വന്നേക്കാണ്. ഇവിടെ നിന്ന് ബീച്ച് ഭയങ്കര പീസ്ഫുള്ളാണ്. രാവിലെ വലിയ ഒട്ടും വെയിലൊന്നുമില്ല, ക്രൗഡഡ് അല്ല. ഈവനിങ് അത്യാവശ്യം ക്രൗഡഡ് ഉള്ള സ്ഥലമാണ്. രാവിലെ ഇവിടെ ഫിഷർമാനൊക്കെ വന്നിട്ട് ഒരു വലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകാനായിരിക്കും തിരക്കില്ല. രാവിലെ വേറെ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കഫേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈവനിങ് സ്പെൻഡ് ചെയ്ത ആ കഫേയാണ് ഇതേ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ രാത്രി വന്നില്ല, പക്ഷെ അന്ന് ബീച്ചൊന്നും കാണാൻ പറ്റിയില്ല. മീൻ പിടിച്ചിട്ട് വരാങ്ങളാ? അതെ, ഇന്നലെ പോയവരായിരിക്കും കേട്ടോ ഇപ്പോൾ വരുന്നത്. അവിടെ നിന്നൊരു സെറ്റ് ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബീച്ചാണ് കേട്ടോ, നല്ല പീസ്ഫുൾ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഇതാണ് ശരിക്കും ഒരു ബീച്ച് ശരിക്കും വേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഫേകൾ ഇവിടെ ഓപ്പൺ ആക്കണം എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു വിധപ്പെട്ട എല്ലാ കഫേകളും ഓപ്പൺ ആകുന്നത് ഒരു 9-9:30 അത് 1-2 ഓപ്പൺ ആയിട്ടുള്ളൂ. അതും ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇവിടെ ഇല്ല, ബട്ട് ഗൂഗിളിൽ കാണിച്ചത് ഓപ്പൺ എന്നാണ്. ശ്വേത എന്നെ ഇപ്പോൾ കൊല്ലും ഗൈസ്, കാരണം രാവിലെ വെളുപ്പിനെ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ശരിക്കും ഇവിടെയൊക്കെ ഉള്ള എല്ലാ കഫേയും പക്ഷേ ഗൂഗിൾ ഓപ്പൺ എന്നാണ് കാണിച്ചത്, അതുകൊണ്ട് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ 8:30 ഓപ്പൺ ആവുള്ളൂ മിക്ക കഫേകളും. 8:30 പക്കത്തില് കഫേ നീ சொன்ன കഫേ ഇല്ല, അവര് പറയുന്നത് 8:30 ഓപ്പൺ ആവുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ തിരക്ക് കൂടുന്നുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. അയ്യോ നനഞ്ഞ് തണുപ്പുണ്ടാ? തണ്ണിക്ക് നല്ല തണുപ്പില്ലേ? തണുപ്പില്ലേ? ഭയങ്കര കാണിക്കുന്നുണ്ട്. ഗോകർണ എനിക്ക് തോന്നുന്നു ഗോകർണ ഇസ് മോർ ലൈക്ക് സൗത്ത് ഗോവ അല്ലേ? സൗത്ത് ഗോവ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഈ പാർട്ടി സ്പോട്ടുകൾ അങ്ങനത്തെ ഒരുപാടില്ല, പബ്ബ് അങ്ങനത്തെ ഇല്ല. ഒരു കുറച്ച് പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കുള്ളതേ ഉള്ളൂ. 2-3 ദിവസമൊക്കെ മാക്സിമം അത്ര സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗോകർണ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്? പ്ലീസ്. Cheese omelette and pancake with honey. Okay. But this is kind of dosa with honey. Yeah. നമ്മൾ രാവിലെ നോക്കിയ ആ കടയില്ലല്ലോ, ആ തൊട്ടടുത്തുള്ള കട ബീച്ച് ഫ്രണ്ട് കഫേ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കഫേ, സിയസ്റ്റ കഫേ എന്ന് പറഞ്ഞ കഫേ വന്നേക്കാണ്. യൂഷ്വലി ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. നമ്മുടെ അവിടുത്തെ പോലെ ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല. ഇതേപോലെ പാൻ കേക്ക്, ഓംലെറ്റ്, ചീസ് ഓംലെറ്റോ നൈസായിട്ടും ഇറ്റ്സ് ഗുഡ്. எனக்கு நல்ல ஒரு தோசை சாம்பார் வேணும்னு எக்ஸ்பெக்ட் பண்ணிருந்தேன், அதனால நான் ഡിസപ്പോയിന്റ് ആയിട്ടேன். ശ്വേത ദോശ വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ദോശ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പാൻ കേക്ക് പക്ഷേ ആക്ച്വലി ഒരു മസാല ദോശയുടെ ലുക്കുണ്ട് കേട്ടോ. ഇല്ല, പാൻ കേക്ക് കഴിച്ചു നോക്കുക. ഒരു ദോശയുടെ ലുക്കാണ് ഉള്ളത്. അവസാനം കിട്ടി. രാവിലെ വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ ബെസ്റ്റാണ് അല്ലേ?
നമ്മുടെ ഗോതമ്പ് ദോശയില്ലേ, ഗോതമ്പ് ദോശയുടെ ഒരു ടേസ്റ്റ്, അതിൽ ഷുഗർ ഒഴിച്ചവരുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങുവാണ്. ഇന്ന് നമ്മളിപ്പോൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു മിർജാൻ ഫോർട്ട് ഉണ്ട്, അതൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കണം. പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടിട്ട് ആണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ നേരെ നമ്മുടെ സ്റ്റേയിൽ പോയിട്ട് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുക, പാക്ക് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക, നേരെ വിടുക. അതാണ് നമ്മുടെ പ്ലാൻ. ഗായ്സ്, നമ്മളപ്പോൾ മിർജൻ ഫോർട്ട് എത്തിയിരിക്കുകയാണ്. ഭയങ്കര പച്ചപ്പ് കേട്ടാ. ഫോർട്ടിൽ ഫുള്ള് പായലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പച്ച കളറിലിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തര കർണാടക കോസ്റ്റ് ലൈനിലെ വൺ ഓഫ് ദി പോപ്പുലർ പ്ലേസ് ആയ മിർജൻ ഫോർട്ടിലാണ്. ഗോകർണയിൽ നിന്നും 22 കിലോമീറ്ററാണ് മിർജൻ ഫോർട്ടിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ ഉത്തര കർണാടകയിലെ കുംത ടൗണിൽ നിന്നും 11 കിലോമീറ്ററാണ് മിർജൻ ഫോർട്ടിലേക്കുള്ള ദൂരം. ഈ ഫോർട്ടിൽ എത്തുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഈ പച്ചപ്പ് പിടിച്ച പടുകൂറ്റാൻ കോട്ടമതിലിലേക്കാണ്. ശരിക്കും മിർജൻ ഫോർട്ടിന്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. അന്ന് വിജയനഗര എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന ഗരിസപ്പ എന്ന റീജൻ ഭരിച്ചിരുന്ന പെപ്പർ ക്വീൻ എന്ന വിളിപ്പേരുള്ള ക്വീൻ ഭൈരാദേവിയാണ് ഈ ഫോർട്ട് പണിയെടുപ്പിച്ചത്. ഈ ക്വീൻ ഭൈരാദേവിക്ക് പെപ്പർ ക്വീൻ എന്നുള്ള പേര് വരാൻ കാരണം അന്ന് ഫോറിൻ മെർച്ചൻസുമായിട്ടുണ്ടായിരുന്ന കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ മറ്റു സ്പൈസസിൻ്റെയും കച്ചവടം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ക്വീൻ ഭൈരാദേവിയുടെ ഭരണത്തിന് ശേഷം ഈ കോട്ട ബിജാപൂർ റൂളേഴ്സിന്റെ കീഴിലും അവിടുന്ന് മറാത്താസിന്റെ കീഴിലും പിന്നീടാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലെത്തിയത്. ഏതാണ്ട് 10 ഏക്കറോളം ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പടുകൂറ്റൻ ഫോർട്ടിനകത്ത് നമുക്ക് ധാരാളം പഴക്കം ചെന്ന കിണറുകളും സീക്രട്ട് പാസേജസും അതുപോലെ തന്നെ തുറന്നിട്ട കോർട്ട്യാർഡ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും മൺസൂൺ ടൈമിലാണ് ഈ കോട്ട ഒരു ഗ്രീൻ വണ്ടർലാൻഡായി മാറുന്നതെന്നാണ് പറയുന്നത്. ഏർലി മോർണിംഗ്സിലും പിന്നെ അതുപോലെ തന്നെ സൺസെറ്റ് ടൈമിലുമാണ് ഈ മിർജൻ ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം. നമ്മൾ വന്ന സമയത്ത് അധികം ക്രൗഡൊന്നും ഇല്ലായിരുന്നേ, അതുകൊണ്ട് നമുക്ക് നല്ല സമയമെടുത്ത് ഫുള്ള് ചുറ്റി നടന്ന് ഈ ഫോർട്ട് മുഴുവൻ കാണാൻ സാധിച്ചു. ஓகே கைஸ், அப்போ நம்ம வந்து மிர்ஜன் ஃபோர்ட் பார்த்துட்டு இப்போ வந்து ബാംഗ്ലൂർ കിളമ്പിട്ടു. ഓൺ ദ വേ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല കാണാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നല്ലൊരു ഫുഡ് പറ്റുമെങ്കിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ബാംഗ്ലൂരിയൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും 2-2.5 ദിവസം അടിപൊളിയായിരുന്നു അല്ലേ? ரொம்ப பேக்டா பிளான்ஸ் இல்லாமல் கொஞ்சம் நல்லா காமா பீஸ்ஃபுல்லாக கொஞ்சம் அங்கங்கே டைம் ஸ்பெண்ட் பண்ணுற மாதிரி இருந்தது. ஏன்னா ஒரே ஒரு டிஸ்அட்வான்டேஜ் வந்து ரோடு தான். பாவாங்க எங்கள் காருக்கு வாங்கினா அழுதுருக்கோம். ஏன்னா ஏன்டா இப்படி சித்தாவை அதை பண்ணுறீங்கன்னு கேட்டிருக்கோம். அந்த அளவுக்கு இருந்தது. பட் സ്ഥലം അടിപൊളിയാ. ഒരേ പ്രശ്നമുള്ളത് റോഡ് ഭയങ്കര മോശം. எல்லாருக்கும் வந்து வரணும்னா கண்டிப்பாக they have to keep in mind that அந்த பிளேசஸ் வந்து பக்கத்தில் எதுவுமே இல்லை. எல்லாமே ஒரு மினிமம் ஒரு 30 கிலோமீட்டர்ஸ் அந்த மாதிரி ரேஞ்சில் தான் இருக்குது கோகர்ணாலேருந்து. ஸோ காரோ ட்ரெயினோ எதில் வந்தாலும் ப்ரிஃபரபிளி வண்டி 2-வீலர் ஹையர் பண்ணி ஓட்டுறது தான் பெஸ்ட்டு. இதுதான் ஹைவே. ഓ മൈ ഗോഡ്, NH ഹൈവേ. നിങ്ങൾ വണ്ടി എടുക്കരുത് ഒരിക്കലും. ഗോകർണ വരികയാണെങ്കിലും വണ്ടി എടുക്കരുത്. ഇതാണ് അവസ്ഥ. വൃത്തികെട്ട റോഡെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഏതാണ്ട് ഒരു അരമണിക്കൂറായിട്ട് ഇങ്ങനത്തെ റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര മോശം റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം റോഡ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഗോകർണ വരണമൊക്കെ നല്ല സ്ഥലമൊക്കെയാണ്. പക്ഷെ വന്നിട്ട് നിങ്ങൾ 2-വീലർ എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും. നമ്മുടെ വണ്ടിക്ക് മിക്കവാറും പണി കിട്ടേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കാരണം വെച്ചാൽ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും കാറിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് കറങ്ങുക, അത്രയേ ഉള്ളൂ പറയാനുള്ളത്. ഇതാണ് റോഡിന്റെ അവസ്ഥ. എല്ലാവരും കണ്ടോ? ഇവിടുത്തെ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഇവിടുത്തെ അതോറിറ്റീസ് ഒക്കെ ഇവരുടെ എന്താണ് ഇതൊന്നും നോക്കുന്നില്ല എന്നുണ്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, വരുന്ന വഴിക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട്, വണ്ടികളൊക്കെ ഉള്ളത്, ഒരുപാട് വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ്. പക്ഷെ ഈ റോഡൊക്കെ എന്താണ് ഇങ്ങനെ ഇട്ടേക്കെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ കേരളത്തിലൊന്നും ഇത്രയും വൃത്തിയായിട്ട് റോഡ് കണ്ടിട്ടില്ല. കേരളം തമിഴ്നാടും മച്ച് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെയിൻ ആയിട്ട് സിറ്റി മാത്രമല്ലല്ലോ, കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴും ഇതേപോലെ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഇതേപോലെ നമുക്ക് നോക്കണ്ടേ, അതേപോലെ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. വളരെ മോശം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വൃത്തികെട്ട റോഡ് വഴി കയറിയിട്ട് ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അക്ഷഹാരം എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറിയ ഇവിടുത്തെ ഫിഷ് ഫ്രൈയും തവ ഫ്രൈയും പിന്നെ റവ ഫ്രൈയും പിന്നെ ഇവിടുത്തെ ഒരു താലി ഓർഡർ ചെയ്തേക്കാണ്. അങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയാം. ഏതായാലും റോഡ് ട്രിപ്പ് നല്ല വേസ്റ്റ് റോഡ് ട്രിപ്പ്. കാരണം അത്ര വൃത്തികെട്ട റോഡായിരുന്നു നമ്മൾ ഓടിച്ച് വന്നത് ഇത്രയും നേരം. ഇനി അങ്ങോട്ട് നല്ലതായിരുന്നാൽ മതിയായിരുന്നു.
ഗൈസ് ഇതിപ്പോൾ നമ്മളിതാണ് ഓർഡർ ചെയ്തത്. 2 പ്ലേറ്റ് താലിയാണ്. അതിൽ വരുന്നത് റൈസ് വരുന്നുണ്ട്, പിന്നെ ഇവരുടെ ഫിഷ് കറി, കേർഡ്, പിന്നെ ഈ ഉണക്കമീൻ പൊടി പോലത്തെ ഒരു സംഭവം, പിന്നെ സാലഡ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു റവ ഫ്രൈയും തവ ഫ്രൈയും കഴിച്ചു നോക്കാം. ചോറ്, ഇവരുടെ മീൻ കറി കഴിച്ചിട്ട് എനിക്കിത് ഉണക്കമീൻ കൊടുത്തൊരു സംഭവങ്ങളുണ്ട് കേട്ടോ, ഉണക്കമീൻ. പിന്നെ ഇവിടെ റവ ഫ്രൈഡ് ഫിഷ്, തവ ഫ്രൈഡ് ഫിഷ്. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. നമ്മുടെ ഉണക്കമീനില്ല, കരുവാടൊക്കെ ഇല്ല, കരുവാടിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അയ്യോ ഗൈസ്, നമ്മൾ സിർസി ഹൂബ്ലി എന്ന് പറയുന്നൊരു റൂട്ട് എടുത്ത് ഒരു ഗ്രാമം, പക്ക ഗ്രാമത്തിനകത്തൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. കാണിച്ചുകൊണ്ട് ഫുള്ള് ആട് മാട് കോഴി എല്ലാം ഉള്ള ഒരു ഗ്രാമം. റോഡിലൊക്കെ ഇതുപോലെ പശു നിൽക്കും, മാറൂല. മാറേണ്ട ലക്ഷണമില്ല. നമ്മുടെ അങ്ങനത്തെ ഒരു കുറച്ച്, അതായത് ചെറിയ വഴി, ഇടുങ്ങിയ വഴികൾ. ഇത്ര നേരം ഭയങ്കര മോശം റോഡായിരുന്നു. നമ്മൾ എന്തിനീ റൂട്ട് എടുത്തെന്ന് ഇപ്പൊ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, എളുപ്പമെത്താൻ. ஏதோ ஒரு ரூட்ல எல்லாம் போயிட்டு இருக்கோம். அது எப்படி இருக்கும்னு ஐடியா இல்ல. என்னமோ ஒரு 4x4 வச்சிருக்க மாதிரியும் கார் எடுத்துட்டு இருந்தாங்க. ஒரு நல்ல ஒரு கிராமத்துல வந்து மாட்டிட்டோம். അയ്യോ, ഏതായാലും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇനി കർണാടകക്കകത്ത് ഞാൻ റോഡ് ട്രിപ്പിനില്ല, കാരണം മടുത്ത്. വൃത്തികെട്ട റോഡ്. ആഫ്റ്റർ ഹോറിബിൾ ரோட் ட்ரிப் அப்படியே அதுதான் எனக்கு சொல்ல. என்னன்னா நம்ம போனது வந்து கம்ப்ளீட்லி ஆப்போசிட், வந்தது வந்து அதோட ஆப்போசிட். போனது வந்து ரோடும் சூப்பரா இருந்துச்சு. ஓ மை காட், வியூ எவ்ரிதிங் எல்லாமே சூப்பரா இருந்தது. തിരിച്ചു വന്നത് ഹെല്ലായിരുന്നു, ഹെല്ല്. അത്ര പൂര റോഡ്. ഓ മൈ ഗോഡ്. ரோட் கூகுள் மேப் நிறைய சஜஷன் காட்டுச்சு. சரி, இந்த ரோட் கேவலமா இருக்கு, இந்த ரோட்ல போய் ആക്ച്വലി அந்த ഇത് റൂട്ട് ഏത്, അത് അതിലെ ആരും പോകരുത്. ആക്ച്വലി സിർസി நம்ம எப்பவுமே சிர்சில இருந்து ஹூப்ளியோ ஒரு ரூட் ஹாவேரி, சிர்சி டு ஹாவேரி ஹைவே தான் ஆக்சுவலி காட்டுச்சு. அது ரூட் ரொம்ப கேவலமா இருக்குன்னு ஒரு டீவியேஷன் காட்டுச்சு, லைக் சஜஷன் மாதிரி காட்டுச்சு. அந்த ரோட்க்கு நாங்க போனோம். ஆக்சுவலி அது ரோட் நல்லா தான் இருந்தது, அதுலேயே கண்டினியூ பண்ணி போயிருந்தா இன்னும் ஒரு 20 மினிட்ஸ் அது எக்ஸ்ட்ரா காட்டுச்சு. பட் அதில் நான் கண்டினியூ பண்ணி போயிருக்கலாம். இன் பிட்வீன் ஹாஃப் த வேல அகெயின் சஜஷன் காட்டுச்சு, இந்த റൂട്ട് എടുங்க 5 മിനിറ്റ് സ്ലോ. ബേസിക്കലി സ്ലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എടുക്കരുത്. നിങ്ങൾ എല്ലാ ഒരു റോഡ് കാണുവാണെങ്കിൽ അതിലേ പോകാവുള്ളൂ. ഒരു റോഡ് വില്ലേജ് ഏരിയ കയറി പോകാന്നൊന്നും വിചാരിക്കരുത്. இன்னொன்று என்னன்னா, இப்போ நம்ம கோகர்ணா போகணும்னா சுத்தினா கூட பரவாயில்ல, யூ கேன் அட்மயர் த பியூட்டி எவ்ரிதிங். அதனால வந்து நம்ம ஜாக் ஃபால்ஸ் வழியா ஹோனாவர் தான் அந்த லொகேஷன். அது ജോഗ് ഫോൾസിൽ നിന്ന് ഹോണാവർ പോണ ആ ലൊക്കേഷൻ വഴി പോയ സൂപ്പറാ കിടിലം റോഡാണത്. അടിപൊളി വ്യൂവിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ஒரு 1 hour 2 hour டிஃபரன்ஸ் தான். பட் அது வந்து உங்களுக்கு ஸ்ட்ரெஸ்ஸும் தெரியாது, ஜாலியா ஒரு ரைடும் போகலாம், நேச்சரா இருக்கும். ஆனா வந்து ஆஃப்டர் அந்த ஒரு ஹெல்க்கு அப்புறம் இப்பதான் ஹைவே பிடிச்சி கொஞ்சம் காஃபி, ஐஸ்கிரீம், தோசை எல்லாம் சாப்பிட்டு பேக் டு எனர்ஜி வந்து. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 3 ദിവസത്തെ ഗോകർണ ട്രിപ്പിന്റെ വ്ളോഗ് ഏതാണ്ട് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും എൻജോയ് എന്ന് വിചാരിക്കുന്നു. ഗോകർണ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു, ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഗോവയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഗോകർണ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസത്തെ ഒരു ഐറ്റിനറി ഒക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗ്സ് നിന്ന് കാണുമ്പോഴത്തേക്കും മനസ്സിലാവാൻ പറ്റും എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെയാണ് നല്ലത്, റോഡ്സിനെ പറ്റി, ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പറ്റി. അപ്പോൾ എല്ലാവരും എൻജോയ് എന്ന് വിചാരിക്കുന്നു ഈ വ്ളോഗ്സ്. സോ ഇതേപോലത്തുള്ള മറ്റ് ട്രാവൽ വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ട്രാവൽ വ്ളോഗ്സ് മാത്രമല്ല, അല്ലാത്ത വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.